അപ്പോൾ നമ്മുടെ ഇനോവയുടെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കട്ടിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അണ്ടർകോട്ട് അടിക്കാനുണ്ട്. അണ്ടർകോട്ട് അടിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മാസ്ക് ചെയ്തിട്ട് പക്കയായിട്ടേ ചെയ്യുള്ളൂ. ഫ്രണ്ട് ലുക്ക് ഇതാണ്. ഇനിയിപ്പോൾ ഗ്രില്ല് ഫിറ്റ് ചെയ്യണം, ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യണം. വർക്ക് ഫുള്ള് പ്രോസസ്സിങ്ങിലാണ്. അതുപോലെ സീറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാക്കണം. പിന്നെ അതുപോലെ മാറ്റിൻ്റെ കാര്യം ബാക്കിയുള്ളതെല്ലാം ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അലോയ് വീല് കാര്യങ്ങൾ വരാനുണ്ട്. ടയർ ഓൾറെഡി കസ്റ്റമർ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ബാക്കി എന്താ പറയുക, അലോയ് മാത്രം നമ്മൾ എടുക്കണം. ഒരു ബ്ലാക്ക്, അത് ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു അലോയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വർക്ക് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലോയി നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലോയും ഇതിന് 2 കളർ ടോണാണ് ഞാൻ കസ്റ്റമർക്ക് കൊടുത്തത്. ഒന്ന് ഇതേ ഡിസൈൻ ഇതേ തന്നെയായിരുന്നു, പക്ഷേങ്കിൽ നമ്മൾ ടൂൺ കൊടുത്തിരിക്കുന്ന ഒരു സിൽവറും ഗ്ലോസി ബ്ലാക്കുമാണ് കൊടുത്തത്. അതും കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാനുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ അലോയ്സും നമ്മൾ ഗ്ലോസി ബ്ലാക്കിലുള്ള അലോയ് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രേ കളർ ഈ ടൂണിലേക്ക് വരുമ്പോൾ നമുക്കത് ഗ്ലോസി ബ്ലാക്കിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു മാച്ചിങ് ഉണ്ടാവുള്ളൂ. പുറത്തുനിന്ന് കാണാനും നല്ലൊരു ലുക്ക് അതിനകത്ത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എല്ലാവിധ ക്രോമുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും ശരി, വീലാർച്ചിലാണെന്നുണ്ടെങ്കിലും ഇനോവയ്ക്ക് എന്തെല്ലാം ക്രോം വരുന്നുണ്ടോ ആ ക്രോമുകൾ കംപ്ലീറ്റ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രോം ഫിനിഷും ആ ഒരു എന്താ പറയുക, എലിഫൻറ്റ് ഗ്രേയുടെ കളറും കൂടെ വരുമ്പോൾ വണ്ടിക്ക് നല്ലൊരു മാച്ചിങ് തന്നെയാണ്. പക്ഷേ ആരും ഇതുവരെ എന്താ പറയുക, നമ്മുടെ ഒരു വണ്ടി തന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പണിയാനായിട്ട് തന്നിട്ടില്ല. കസ്റ്റമർ പറഞ്ഞാൽ റോഷൻബായാണ്. റോഷൻബായ് എല്ലാ കാര്യങ്ങളും A to Z ഇതിൽ എന്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിലും അതും എൻ്റെ ഇഷ്ടത്തേക്ക് ചെയ്തോളാനാണ് പറഞ്ഞത്. ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഇൻഡിക്കേറ്റർ മിറർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ പവർ മിററോ ഒന്നല്ല, നോർമൽ ഇൻഡിക്കേറ്റർ വരുന്നൊരു മിററാണ്. പക്ഷേ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ടില്ല, അത് നമ്മൾ ചെയ്തിട്ടില്ല. മിറർ മാത്രം ചെയ്ത് അതിൽ ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ക്രോം ഫിനിഷിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയറായിട്ടൊരു വീഡിയോ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ വർക്ക് കഴിയുമ്പോൾ തന്നെ സമയം ഒത്തിരി ആയി. പിന്നെ അതുപോലെ കസ്റ്റമറും നമ്മുടെ റോഷൻബായും അതുപോലെ അവരുടെ പപ്പയും എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇന്ന് കാലത്ത് തൊട്ട് കൂടെ നിന്നിട്ട് തന്നെയാണ് പണിയുന്നത്. എപ്പോഴും നമുക്ക് ഡെലിവറി ടൈമിൽ എന്തായാലും അത്യാവശ്യം ഡിലേ ആകുന്നുണ്ട്. അത് കസ്റ്റമർ നിന്ന് കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ അലോയ് വീല് നമ്മൾ ഈ ഒരു ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെച്ചാൽ ഗ്ലോസി ബ്ലാക്ക് വിത്ത് സിൽവർ വരുന്ന ഒരു ടൂണാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ ഉള്ളിൽ കാലിപ്പർ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു മാറ്റ് കളർ വരുന്ന ഒരു ഗ്രീനിലാണ് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഈ കളറിനോട് നല്ല മാച്ചിങ് കിട്ടും. വണ്ടി റണ്ണിങ്ങിലാകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. പിന്നെ ടയർ ഇട്ടിരിക്കുന്ന യോക്കോഹാമയുടെ 16 സൈസ് ടയറാണ് ഇതിനകത്ത് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അത് കസ്റ്റമർ റോഷൻബായ് കൊണ്ടുവന്നതാണ്. അതുതന്നെയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ സൈഡ് വരുന്ന എല്ലാം ക്രോം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ, ഇനി ചെറിയ വർക്കുണ്ട്. നമുക്ക് സ്പോയിലർ പിടിപ്പിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ഈ ഒരു ടൈപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ക്രിസ്റ്റഡ് ഒരു മോഡലിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ക്യൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. സൈഡിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇനോവയുടെ എംബ്ലവും ആ ഒരു ബ്ലൂ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് പ്രത്യേക ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റീരിയർ വർക്ക് ഫിനിഷായിട്ടില്ല, ഇനി പ്രോസസ്സിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഡ്രമ്മും നമ്മൾ ബാക്കിലെ ഡ്രമ്മും അതേ ഒരു കളർ ടൂണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമുക്ക് ടൈലൈറ്റും അതുപോലെ നമ്മൾ മറ്റേ LED ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിക്കി റിഫ്ലാക്ടർ നമ്മൾ ആ ഇനോവ എന്ന് വരുന്ന ലെറ്റർ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്കേർട്ടിലും അതേപോലെ ലൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്കേർട്ടിൽ നമ്മൾ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ പാർക്ക് ബ്രേക്ക് എല്ലാം അതിനകത്ത് വരും. അതുപോലെ തന്നെ ഇനോവ എന്ന് എഴുതിയ ആ സ്റ്റിക്കറിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു റെഡ് കളർ ബ്ലിങ്ക് ചെയ്യുക. അജി ഒന്ന് ബ്രേക്ക് ചെയ്യും. ഈ ഒരു ലെവലിലേക്ക് വരുന്നുണ്ടല്ലേ.
കംപ്ലീറ്റ് ലൈറ്റ് നില ഇവിടെ. ആ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്പോയിലർ സെറ്റ് ചെയ്യാനുണ്ട്, സെറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ബ്ലാക്കാണ് അതിൽ കളർ കൊടുക്കുന്നത്, ഗ്ലോസി ബ്ലാക്കാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, അത് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വാക്സ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഡെലിവറിയുടെ തൊട്ട് മുന്നാണ് നമ്മൾ വാക്സ് ഇടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വാക്സ് ഇട്ട് അങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ട് തുടച്ച് പക്കയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ പാഡ് കംപ്ലീറ്റും ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു റെക്സിൻ, സീറ്റിൻ്റെ റെക്സിൻ ഏതാണ് ആ ഒരു ലെവലിലേക്ക് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഡാഷ്ബോർഡും അതുപോലെ നമ്മളൊരു കോഫി ടൂണും അതുപോലെ ഒരു ബ്ലാക്ക് ടൂണും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴെ നമ്മൾ വിനൽ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ 7D മാറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു പ്രീമിയം ലുക്ക് തന്നെ നമ്മൾ വണ്ടിക്ക് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ നമ്മൾ ബ്ലാക്ക് ടൂണിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, അതുപോലെ ആംറസ്റ്റ്, അതുപോലെ തന്നെ സീറ്റ് നമ്മളൊരു ഈ ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോഫി ബ്രൗൺ ആണ് കളറ്. ബട്ടർഫ്ലൈ സീറ്റാണ് എങ്കിലും ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ബട്ടർഫ്ലൈ അല്ല, നോർമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലൊരു ഡയമണ്ട് കട്ട് സീറ്റാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഹോൾഡർ കംപ്ലീറ്റ് എല്ലാം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. റൂഫ് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ് റൂഫ് ടോപ്പും ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ടൂണാണ് മൊത്തം ഇൻറ്റീരിയറിൽ വരുന്നത് തന്നെ. സീറ്റാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എവിടെയാണ്. ബാക്ക് റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേ സെയിം. പിന്നെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേബി സീറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റും അതുപോലെ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തതാണ്. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു ബേബി സീറ്റാക്കിയിട്ട് ഒരാൾക്ക് ഇരിക്കുന്ന പോലെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പവർ വിൻഡോൻ്റെ പാഡുകൾ കംപ്ലീറ്റ് നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് അല്ല, സ്റ്റിക്കറാണ്, സ്റ്റിക്കർ വർക്കാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റും AC വെൻറ്റും ഇതിനകത്ത് മാറ്റി. എന്താ വെച്ചാൽ നേരത്തുള്ള AC വെൻറ്റ് കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആയിരുന്നു. ആ AC വെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് റോ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൂറിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലവണ്ണം ടൈം എടുത്തിട്ടുണ്ട് ഈ വർക്ക് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത്. A to Z വർക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. മറ്റേ മെക്കാനിക്കൽ വർക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് നേരെ കസ്റ്റമർ കൊണ്ടുവന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ്. വീട്ടിൽ പോലും കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പോഴാണ് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് അതുമാത്രമല്ല എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിയാൻ പറ്റിയ വണ്ടിയായിരുന്നു. ആ ഒരു രീതിക്ക് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഗ്രേ കളറിനോട് ഭയങ്കര താല്പര്യം, നേരത്തെ പറഞ്ഞതുപോലെ. അതും ഇത് നമ്മൾ എന്താ പറയുക, എലിഫൻറ്റ് ബ്ലാക്ക് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. AC ഗ്യാസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ബോണ്ടിന് അടച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാക്സിൻ്റെ പരിപാടിയും അങ്ങനെ എല്ലാ വർക്കും ഇപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞു. ഏകദേശം ഒരു 7 മാസത്തോളമായി നമ്മുടെ ഈ വർക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം A to Z വർക്ക് ഫുള്ള് കംപ്ലീറ്റായി, ഫുള്ള് ഓടിച്ചു നോക്കി, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സർവീസും മെക്കാനിക്കൽ വർക്കും കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് ഒരു 10,000 കിലോമീറ്ററിൽ സർവീസ് മാത്രം ചെയ്താൽ മതി കസ്റ്റമർക്ക്. ബാക്കി വേറെ റോഷൻ ഭായിയുടെ പപ്പയാണിത്, പപ്പയുടെയാണ് വണ്ടി. അപ്പോൾ റോഷൻ ഭായിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ പപ്പയുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട്, വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ. ഒരു ദിവസം ഫുള്ള് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ, ഈ നേരം വരെ, സമയം 8-9 മണിയായി, ആ നേരം വരെ നമ്മുടെ കൂടെ തന്നെ പപ്പ ഉണ്ട്. നമ്മുടെ വർക്കുകളെല്ലാം കാണുന്നുണ്ട്. ഓരോരോ ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലും മെക്കാനിക് ആണെന്നുണ്ടെങ്കിലും ടിങ്കർ വർക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം ചെയ്യുന്ന പപ്പ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ആ വണ്ടിയോടുള്ള ആത്മാർത്ഥതയും നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് നമുക്ക് പപ്പയുടെ തന്നെ ചോദിക്കാം. എങ്ങനെയാണ് പപ്പ വർക്ക്? ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായി. വണ്ടി വന്നത് വേറെ പെയിന്റ് ആണ്. ഇപ്പൊ വണ്ടിന്റെ പുതിയ വണ്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വളരെ സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം. എല്ലാം കൊണ്ട് ഓക്കെ അല്ലേ? എല്ലാം കൊണ്ട് ഓക്കെ. ഓക്കെ. അപ്പോൾ പപ്പ ഇനിയിപ്പോൾ ബാംഗ്ലൂർക്കാണ്. ഇവിടെ തന്നെ കറക്റ്റ് റൺ ചെയ്തിട്ട് ഇനിയിപ്പോൾ സ്റ്റേ ഒന്നുമില്ല, അങ്ങനെ നേരെ പോകാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വണ്ടി മറ്റേ പപ്പ ഇനിയിപ്പോൾ നേരെ ബാംഗ്ലൂർക്കാണ് ഇനിയിപ്പോൾ യാത്രയാകുന്നത്. പാലക്കാട് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്താണ്, ട്രെയിനിൽ വന്നിട്ട് സ്റ്റേ ചെയ്ത് അവർ നേരെ ഇങ്ങനെ കാലത്ത് ഇങ്ങോട്ട് വന്ന് നമ്മുടെ കൂടെ
അതെ അതെ ഇവിടെ തന്നെ ഇരുന്ന് എല്ലാം പണിയെല്ലാം കണ്ടു, സന്തോഷമായി. നല്ല ജോലിക്കാരാണ് എല്ലാവർക്കും. നല്ല ഒരു ഇങ്ങനത്തെ ജോലി ഇതുവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നല്ല ജോലിക്കാരാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജോലി തന്നെ വേറെ ലെവലാണ്. അതെ അതെ, ഓക്കെ. വേറെ ഇന്നൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ നിങ്ങൾക്ക് എങ്ങനത്തെ വണ്ടി വേണമെങ്കിലും കൊണ്ടുവന്നാൽ ക്ലിയർ ആക്കി തരാം. നമുക്ക് ആവശ്യം സമയം മാത്രമാണ്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരോ സമയം എടുക്കുന്നതും ഓരോരോ മണിക്കൂർ എടുക്കുന്നതും നിങ്ങളുടെ വണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരുന്ന അവരുടെ കസ്റ്റമറുടെ വണ്ടി എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വണ്ടികൾ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. 10, 30, 40 വണ്ടികൾ റീസ്റ്റോറേഷന് കിടക്കുന്നുണ്ട്. അത് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഓരോരോ വണ്ടിയും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെ. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഒരു 4 ആൾ 5 ആൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയും പെർഫെക്ഷൻ അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്തിനും ഒരു സമയം തന്നാൽ മാത്രമേ നമുക്ക് ബാക്കി